നിങ്ങൾ അന്ന് ഞങ്ങളുടെ ശൈഖുനയെ കുറിച്ച് പറഞ്ഞൊക്കെ മറന്നുപോയോ? നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് മാത്രമേ ഓർമ്മയുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ഓർമ്മല്ലേ? നിങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിരുന്നത്? മർക്കസ് ഗാർഡനിൽ നിങ്ങൾ ദർസേൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ ശൈഖുനാക്കല്ലേ? സ്വഹീഹുൽ ബുഖാരിയല്ലേ ദർസേൽപ്പിച്ചു കൊടുത്ത്? ബുഖാരി ദർസല്ലേ വലിയ ആൾ നടത്തുന്നത്? അതിലും വലിയ ദർസല്ലേ അവിടെ നടന്നത്? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ്. അന്ന് ശൈഖുന വരുന്ന ഒരു മജ്ലിസിൽ എത്താൻ വേണ്ടി നിങ്ങൾ തിക്കും തിരക്കും കൂട്ടല. നമ്മളെ ഖുർആൻ തങ്ങൾ അവിടെയൊക്കെ ശൈഖുന ചെന്നപ്പോൾ കാര്യപ്പെട്ട ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന തന്നെ ഞാനിവിടെ വരാൻ വിചാരിച്ചതല്ല, പക്ഷെ ഓര് വരുന്ന മജ്ലിസല്ലേ എന്ന് നിൽക്കും. അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ? സാമ്പിളിന് 1-2 കണ്ടോളി. എല്ലാവരും സദസ്സിൽ കയറിയിരിക്കണം. ദൂരെ നിൽക്കുന്നവരെല്ലാം സദസ്സിൽ ഇരുന്ന് ഇൻഷാ അല്ലാഹ് ഉന്നതരായ ഹാഫിദ് ഉസ്താദ് അവറുകളുടെ പ്രസംഗം കേൾക്കാനുണ്ട്. ഞങ്ങളൊക്കെ വന്നത് അതിനാണ്. ഞാൻ ഇന്ന് വല്ലാത്തൊരു സന്തോഷക്കാരനാണ്. കാരണം ഇന്ന് എനിക്ക് കണ്ണങ്കാറിൽ വേദാണ്. പക്ഷെ ഓട്ടോമാറ്റിക്കായി ഇന്നലെ എന്റെ വേദ ക്യാൻസലാകും. ഞാൻ ദ്വാരക്കാണ് ഒന്ന് പഠിച്ചവനക്ക് കൂറത്ത് ഹാഫിദ് ഉസ്താദിന്റെ പരിപാടിക്ക് പോകണം. ഒന്നത് ക്യാൻസലായി കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് ഒരു കറാമത്ത് എന്ന് പറയട്ടെ, എന്റെ പരിപാടി ക്യാൻസലാകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയതും. അല്ലാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ. കണ്ടോ നിങ്ങൾ? ശൈഖുന വരുന്ന പരിപാടി മൂപ്പരെത്തിയത്, മൂപ്പരേറ്റ പരിപാടി ക്യാൻസലായിട്ടാണ്. അതൊരു കറാമത്തുമാണ് എന്ന് പറഞ്ഞു. ആ കാലം എനിക്കോർമ്മയുണ്ട്. ഇഹ്യാഉ സുന്നയിൽ ശൈഖുന വന്ന കാലം ഈ അടുത്തല്ലേ? ഈ അടുത്ത് ഊർക്കടവിൽ ശൈഖുന വന്ന സദസ്സിൽ അതിലൊക്കെ ഞങ്ങളും പങ്കെടുത്തവരാ. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയുള്ളൂ. നിങ്ങൾ ശൈഖുനാനെ കുറിച്ച് പറഞ്ഞൊക്കെ മറന്നുപോയോ? അന്ന് മർക്കസിൽ ദിക്ർ ഹൽക്ക നടക്കുമ്പോൾ AP അബൂബക്കർ മുസ്ലിയാരല്ലേ ദ്വാരിക്കാൻ വേണ്ടി പറയുന്നത്? ആരോട്? ശൈഖുനയോട്. അവിടെ തന്നെ ഇപ്പം നമ്മൾ കാണിച്ച ആ പരിപാടിയിൽ തന്നെ വഫാത്തായി പോയ ഖുറാത്തങ്ങൾ വന്നിട്ടാണ് നിങ്ങൾ ദ്വാരക്കി എന്ന് പറയുന്നത്. ഈ കാലൊക്കെ നിങ്ങൾ മറന്നുപോയോ? ആ രംഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. അന്ന് അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുന്ന കാലം. ദ്വാരനാൽ ഇപ്പൊ ഉത്തരം കിട്ടുമെന്നാണ് എന്നോട് ഒരുത്തം പറഞ്ഞത്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് ഉത്തരം എന്നാണ്. വിലായത്തും ശൈഖൂഹിയത്തൊക്കെ നിങ്ങളാണ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. മറന്നുപോയോ അതൊക്കെ? മാത്രല്ല, സ്വപ്നനഗരിയിൽ നടന്ന മഹാസമ്മേളനം, ആ സമ്മേളനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളെ എല്ലാ നേതാക്കളുമുണ്ട്. ബൈത്ത് ചൊല്ലി ദുആ ചെയ്യിപ്പിച്ചതാരെയാണ്? ശൈഖുനയല്ലേ? അബൂബക്കർ മുസ്ലിയാർ അവിടെ ഉണ്ടായിരുന്നില്ലേ? പേരോട് മൗലവി ഉണ്ടായിരുന്നില്ലേ? ഇന്റർനാഷണൽ ദായി അവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ മുഴുവനും അവിടെ ഇരുത്തിയിട്ട് പാടേണ്ടത് പാടി ദുആ ചെയ്യേണ്ടത് ദുആ ചെയ്തു പോകുന്നതാണ്. ഞാൻ ആ ബൈത്ത് ഇങ്ങനെ കേട്ടു നോക്കി. അന്നും മടവൂരാ പറയുന്നത്. ശൈഖുനെ കുറിച്ചുള്ള ബൈത്തുകളാണ്. നമുക്കൊന്ന് ആസ്വദിച്ച് കേൾക്കാം. കുറഞ്ഞ സമയം ഞാൻ പറയുന്നത് ശൈഖുനയെ. പക്ഷേ ശൈഖുന നിങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ശൈഖുന എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാരിഫത്തുള്ള ആളാണ്. നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ അതേ റൂട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അന്ന് ശൈഖുന ആ മഹത്തായ വലിയ സദസ്സിൽ ബൈത്ത് ചൊല്ലുന്നു. ഇവരൊക്കെ ഇങ്ങനെ അതിന് പ്രത്യേകം നോട്ട് ചെയ്യണം. കുറുക്കൻ്റെ മാതിരി നോക്കണം ചിലതുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കണം. ഒരു ചെറിയ സമയം ഒന്ന് കാണിച്ചു കൊടുക്കുക. വരളി പിടിച്ച് നിൽക്കുക.
എല്ലാ നേതാക്കളെയും ഇരുത്തിയിട്ടല്ലേ എത്ര ഉണ്ടത്? അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി അവിടെ മടവൂർ ശൈഖുനാന്റെ മദ്ഹ് ഇങ്ങനെ പറയാണ്. മൗലിദ് ചൊല്ലി അതിൻ്റെ കൂടെയും ശൈഖുനായുടെ, അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ പ്രശ്നത്തിൻ്റെ ആകത്തുക എന്താ? ഖുതുബുൽ ആലം എന്ന് ശൈഖുന പറഞ്ഞിരുന്ന ഒരു കാലം, അന്നും ഇന്നും അത് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇനി മടവൂർ ശൈഖുനാന്റെ മദ്ഹ് വല്ലാതെ പറയാൻ പാടില്ല. അവിടുന്നല്ലേ പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടായത്. അത് നിർത്തുകയില്ല, ഞാൻ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ശൈഖുന പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെയല്ലേ പ്രശ്നം. എന്നിട്ട് നിങ്ങൾ ശൈഖുനാക്കെതിരെ തീരുമാനമെടുക്കുന്നു. നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ മുന്നോട്ട് പോയി അഹ്ലുസുന്നയുടെ ആശയങ്ങൾ പറഞ്ഞ് ബിദ്അത്തിനെതിരെ പോരാടി. ആ കാലത്ത് നമ്മൾ ഇവിടെ വന്ന് വഹാബിന്റെ തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് മശായിഖന്മാരെ സമീപത്ത് നിങ്ങൾ വരുമ്പോൾ ആ സമീപത്ത് വന്ന സമയത്തും നിങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിൽ കാലഘട്ടത്തിലെ മശായിഖന്മാർ നിങ്ങളോട് പറഞ്ഞു തന്നു, വെറുതെ എന്ത് ചെയ്യണ്ട, വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ പ്രകോപനം ഉണ്ടാക്കണ്ട, നിങ്ങളെ വൈക്ക് വൈക്കോ വലുപോലെ വഴിയിൽ പോകട്ടെ. അങ്ങനെ നിന്നതിൻ്റെ ഇടയിൽ നിങ്ങളല്ലേ ഞങ്ങൾ അതിലേക്ക് വലിച്ചേച്ചു കൊണ്ടുവന്നത്. നിങ്ങളാണല്ലോ ഈ വിഷയം പറയുന്നതിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ പറയേണ്ടി വന്നു. നിങ്ങൾ നിലപാട് മാറ്റിയതാണ്, ഞങ്ങളല്ല. ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല, നിങ്ങളാണ് നിലപാട് മാറ്റിയത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് മടവൂർ ശൈഖുന ആശീർവദിച്ച ആളാണ് AP അബൂബക്കർ മുസ്ലിയാർ, ദീൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളാ നിങ്ങളല്ലേ പറഞ്ഞിരുന്നത്? ഞങ്ങളതിന് 3 മറുപടി കൃത്യമായി പറഞ്ഞു. ഒന്ന്, ആ പറഞ്ഞതിൻ്റെ വിശ്വസ്തത, കാരണം മൗതൂഖും ബിഹിയായ ഇമാമാകണല്ലോ പെങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ടാകുന്നു പരിശോധിക്കേണ്ടതുണ്ട്. 2, അങ്ങനെ പറഞ്ഞു എന്ന് വന്നാൽ തന്നെ നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിറ മാനസിക നില തെറ്റിയാൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. 3, ഇനി എന്തൊക്കെ ആയാലും അന്ന് പറഞ്ഞ വാചകം ഇപ്പോൾ നിങ്ങൾക്ക് ബാധകമാവില്ല. എന്തുകൊണ്ട്? അന്നുള്ള നിലപാടിൽ നിന്ന് നിങ്ങൾ മാറി. ഉദാഹരണ സഹിതം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നോട് എൻ്റെ ശൈഖുന പറഞ്ഞു, അല്ലെങ്കിൽ കാലഘട്ടത്തിലെ മശായിഖന്മാർ പറഞ്ഞു, നിങ്ങൾ വഅദ് പറയണം, ഞങ്ങൾ പറഞ്ഞ വിഷയം പറയണം, അത് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കാവലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതായിട്ട് മുന്നോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ അവർ ഏൽപ്പിക്കപ്പെടാത്ത വിഷയത്തിൽ ഞാൻ ഇടപെട്ടാലോ കാവലുണ്ട് എന്ന വാക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നോക്ക് നിങ്ങൾ ദീനത് വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം. സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാ? അതെന്നെ പഠിച്ചാൽ പോരെ നിങ്ങൾക്ക്. സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിയുടെ നിർവചനം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയവർ പോരാ, നബിയോടൊപ്പം ഒരുമിച്ച് കൂടുകയും ഈമാനിലായി മൗത്താവുകയും ചെയ്തവർ, അതാ സ്വഹാബി. അല്ലാതെ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി സ്വന്തം ആളായി ഒരു കാലത്ത് വഹി വരെ എഴുതി കൊടുക്കുന്ന ആളായി പിന്നെ അയാൾ മുർത്തദ്ദായി പോയി, അയാളെ പിന്നെ സ്വഹാബി എന്ന് പറയാൻ പറ്റുമോ? ബൽആം ഇബ്നു ബഅൂറിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ എന്താ? വതുലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വരെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്.
ലൗഹുൽ മഹ്ഫൂദ് വരെ നോക്കാൻ കഴിയുന്ന ആളായിരുന്നു. ആരെ? ബൽആം. പക്ഷേ ഫൻസലഖ മിൻഹാ ഫാത്ബഅഹു ശൈത്താൻ, അയാൾ അതിന് ഊരിപ്പോയി. ശൈത്താൻ അയാളെ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, അയാൾ പിഴച്ചാളുകളിൽ പെട്ടുപോയി. ഇതുപോലെ മടവൂർ ശൈഖുന പറഞ്ഞ നിലപാടിലാണോ നിങ്ങൾ ഉള്ളത്? സകല വഹാബിന്റെ കൂടെ നിങ്ങൾ ഇരുന്നില്ലേ? നിരീശ്വരവാദിയുടെ കൂടെയല്ലേ ഇരുത്തവും കടത്തവുമെല്ലാം? മറ്റുള്ളവരെ ഉപദേശിക്കാൻ തിരക്കടില്ല. പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് ജോറായിട്ട് പറയാൻ തിരക്കടില്ല. അവനാന്റെ സ്ഥാപനത്തിലല്ലേ ഈ വഹാബികൾ മുഴുവനും അന്തിയുറങ്ങുന്നത്? പാണക്കാട് സാദാത്യങ്ങൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ പൊതുനേതൃത്വമാണ്. അപ്പൊ ഒന്നും മനസ്സിലായല്ലോ, തങ്ങളില്ലാതെ ഒന്നും നടക്കൂല. അത് നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പാണക്കാട് സാദാത്യങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് അത് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ ബറക്കത്താണ്. ശംസുൽ ഉലമയെ പോലെയുള്ളവർ കൊടുത്ത മഹാ ആദരവാണ്. അത് ലോകം അവർക്ക് കൊടുക്കുന്നതാണ്. സാധാരണക്കാർ എല്ലാവരും ആലിമീങ്ങളും മശായിഖുമെല്ലാം അതില്ലാതാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. തങ്ങളില്ലാത്തൊരു ഐക്യം കൊണ്ടുപോയിട്ട് അത് നടക്കൂല എന്ന് മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാ സാദാത്യങ്ങളെയും എല്ലാരെയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് മശായിഖന്മാർ. ആ മശായിഖന്മാർ പഠിപ്പിച്ച നിലപാടിൽ ഉണ്ടാകുമ്പോഴേ അവര് പറഞ്ഞ വാക്കിന് നമ്മളെ സംബന്ധിച്ചത് പറയാൻ തന്നെ പറ്റൂ. അതിൽ നിന്ന് മാറി വഹാബിന്റെ കൂടെ ഇരുത്തമായി. അള്ളാഹുവിന്റെ റസൂലിന് നെയ്യലുണ്ടെന്ന് പറഞ്ഞു, സ്വപ്നത്തിൽ പിശാചി വരുമെന്ന് പറഞ്ഞു, ഇസ്തിഗാസയെ പാടേ തള്ളി. ആ മശായിഖന്മാർക്ക് നിയന്ത്രണമില്ലെന്ന് മാത്രമല്ല, കുഴഞ്ഞു കിടക്കുന്ന ബാപ്പയെ പോലെയാണെന്ന് പ്രസംഗിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ പൊളിച്ച് സാക്ഷാൽ വഹാബിയായി മാറിക്കിടക്കുമ്പോ മടവൂര് ശൈഖുന പറഞ്ഞ വാക്ക് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ലോകത്താരെങ്കിലും പറയുമോ അത്? അതുകൊണ്ട് അയ്യാതി പൂതിയൊന്നും വെക്കണ്ട. നിങ്ങൾ മാറിയതാണ്. നിങ്ങൾ മാറിയപ്പോൾ മശായിഖന്മാർ അവരുടെ നിലപാട് മാറ്റി. മശായിഖ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒന്നായിരിക്കും. അവരെ രണ്ടാക്കാൻ ആരും നോക്കണ്ട. എല്ലാ മശായിഖന്മാരും ഒറ്റ അഭിപ്രായക്കാരായിരിക്കും. അവരൊരു തീരുമാനം പറഞ്ഞാൽ അതിൽ രണ്ടഭിപ്രായമില്ല. മനസ്സിലായോ? അതുകൊണ്ട് നന്നാവാ നോക്കിക്കോളി. തിരിച്ചു വരി. ഈ പേരോടനെ പോലെയുള്ള സകല വഹാബികളെയും തള്ളി മാറ്റി അന്ന് നിങ്ങൾ ആ ശൈഖുനയെ ആദരിച്ച് അവിടുത്തെ നിർദ്ദേശത്തിൽ ജീവിക്കാൻ ശ്രമിച്ച പോലെ വന്ദ്യരായ ശൈഖുനയുടെ കാലഘട്ടത്തിന്റെ സുഹാബുകളായ മഹാന്മാരുടെ വാക്കുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ നോക്കി, അതേ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ മൻ സ്വമത്തന ജാന, മിണ്ടാതിരുന്നാ രക്ഷപ്പെടും. അവര് പറയേണ്ടത് പറയും. ഓസുല്ലാതെ നിങ്ങൾ പറഞ്ഞില്ലേ, വയസ്സായിട്ടു എന്താ ഈ ബോധം വരാത്തത്? അതവർ പറയും, അതവരുടെ ശൈലിയാണ്. യാ ശൈഖം ഫിസിൻ സുബിയം ഫിത്വബഅ, വലിയ വലിയ പ്രായമായ വയസ്സന്മാരെ എന്നല്ലേ ആ വിളിച്ചത്. ഇലാ മതാ തഅദു സ്വബുഅ, എവിടെ വരെയാണോ ഈ കുട്ടിത്വമായിട്ട് നടക്കുക? അത് ഇപ്പോഴും വിട്ട് കടന്നിട്ടില്ലേ? കുട്ടിയായ കാലത്ത്, യുവാവായ കാലത്ത് പലതും പറഞ്ഞു നോക്കാമായിരുന്നു. അത് ഖാറബത്തുൽ 40 അടുത്തില്ലേ? ഔ ഖദ് ജാവസ്തഹ, 40 വിട്ട് കടന്ന് 240 വിട്ട് കടന്നില്ലേ? വഅൻത തൽഅബു ബിമാ യൽഅബു സിഗാർ, ഈ കുട്ടികൾ കളിക്കുന്ന പോലെ കുട്ടിക്കളി കളിക്കുകയാണോ? ഇപ്പോഴും പണി വെല്ലുവിളിക്കലാണോ? ഇത് ഔസുല്ലാദൻ തങ്ങൾ ഫതൂർ റബ്ബാനിയിൽ ചോദിക്കുന്ന ചോദ്യല്ലേ? അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് മശായിഖന്മാരായിരിക്കും. അത് വിഷയത്തിന്റെ സ്ട്രോങ്ങിൽ അങ്ങനെ തന്നെ പറയും. അതിനല്ലേ അവരുള്ളത്.